എന്നെ പ്രാന്തനെന്ന് വിളിച്ച ഓരോ പോലീസുകാരെയും ജീവനി കൊതി ഉണ്ടെങ്കിൽ നീയൊക്കെ രക്ഷപ്പെട്ടു. ആര്യനാട് സ്റ്റേഷനിലെ ഓരോ പോലീസുകാരെയും കൊല്ലും. തിരുവനന്തപുരം ആര്യനാട് പോലീസ് സ്റ്റേഷനിലും സമീപത്തെ ആശുപത്രിയിലുമായി യുവാവിന്റെ താണ്ഡവം. സ്റ്റേഷനിൽ അതിക്രമം കാണിച്ച ശേഷം ചോദ്യം ചെയ്യാനെത്തിയ പോലീസ് ഇൻസ്പെക്ടറുടെ തല ഇരുമ്പ് കസേര കൊണ്ട് അടിച്ചു പൊട്ടിച്ച കുളപ്പട സ്വദേശിയായ കണ്ടന്റ് ക്രിയേറ്ററെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കുളപ്പട സ്വദേശി യദുകൃഷ്ണനാണ് പിടിയിലായത്. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ആര്യനാട് സിഐയുടെ തലയിൽ 6ഓളം തുന്നലുകളുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രിയോടെയാണ് നാടിനെ നടുക്കിയ സംഭവം അരങ്ങേറിയത്. ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലും നിരവധി ഫോളോവേഴ്സുള്ള പ്രമുഖ കണ്ടന്റ് ക്രിയേറ്ററാണ് പിടിയിലായ യദുകൃഷ്ണൻ. മാനസിക വെല്ലുവിളികളെ തുടർന്ന് ചികിത്സയിലായിരുന്ന ഇയാളെ ആശുപത്രിയിൽ നിന്ന് മടക്കിക്കൊണ്ടുവരുന്നതിനിടെ വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ബന്ധുക്കൾ പറയുന്നു. ഇതിനുശേഷമാണ് യുവാവ് പ്രദേശത്ത് അക്രമം അഴിച്ചുവിട്ടത്. ലഹരിക്ക് അടിമപ്പെട്ട നിലയിലാണ് പ്രതി പോലീസ് സ്റ്റേഷനിലെത്തിയതെന്ന് സംശയമുണ്ട്. കയ്യിൽ മദ്യക്കുപ്പിയുമായി രാത്രിയോടെ ആര്യനാട് പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമിച്ചു കയറിയ പ്രതി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരോട് തട്ടിക്കയറുകയും അസഭ്യവർഷം നടത്തുകയുമായിരുന്നു. പോലീസുകാർ ഇയാളെ ശാന്തനാക്കാൻ ശ്രമിച്ചെങ്കിലും വഴങ്ങിയില്ല. തുടർന്ന് സ്റ്റേഷനകത്തുണ്ടായിരുന്ന മേശപ്പുറത്ത് കയ്യിലിരുന്ന മദ്യക്കുപ്പി പ്രതി അടിച്ചുടച്ചു. സ്റ്റേഷനകത്ത് കുപ്പിച്ചില്ലുകൾ തെറിച്ചു വീഴുകയും വലിയ തോതിൽ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. പോലീസുകാർ പ്രതിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെ ഇയാൾ സ്റ്റേഷനിൽ നിന്നും പുറത്തേക്ക് ചാടി രക്ഷപ്പെടുകയായിരുന്നു. സ്റ്റേഷനിലെ ഒച്ചപ്പാടും ബഹളവും വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ ആര്യനാട് സിഐ പ്രതിയെ തിരഞ്ഞ് തൊട്ടടുത്തുള്ള ആശുപത്രി പരിസരത്തേക്ക് ചെന്നു. സ്റ്റേഷനിൽ നിന്നും ഓടിയ യദുകൃഷ്ണൻ ഈ ആശുപത്രിയിലാണ് അഭയം പ്രാപിച്ചിരുന്നത്. ഇവിടെ വെച്ചാണ് പോലീസിനെ ഞെട്ടിച്ച് രണ്ടാമത്തെ ആക്രമണം ഉണ്ടായത്. സിഐയെ കണ്ടതോടെ പ്രകോപിതനായ യുവാവ് ആശുപത്രിയിലുണ്ടായിരുന്ന ഭാരമേറിയ ഇരുമ്പ് കസേര കൈക്കലാക്കി പെട്ടെന്ന് സിഐയുടെ തലയ്ക്ക് നേരെ ഓങ്ങിയടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായ ആക്രമണത്തിൽ സിഐയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. ചോര വാർന്നൊലിച്ച സിഐയെ ഒപ്പമുണ്ടായിരുന്ന പോലീസുകാർ ഉടൻ തന്നെ കാട്ടാക്കടയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തലയ്ക്ക് 6ഓളം തുന്നലുകളിട്ട സിഐ നിലവിൽ പ്രാഥമിക ചികിത്സകൾക്ക് ശേഷം വിശ്രമത്തിലാണ്. സിഐയെ ആക്രമിച്ചതിന് പിന്നാലെ ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റ് പോലീസുകാരും ജീവനക്കാരും ചേർന്ന് അതിസാഹസികമായാണ് പ്രതിയെ കീഴ്പ്പെടുത്തിയത്. യദുകൃഷ്ണൻ മുൻപും സമാനമായ രീതിയിൽ പ്രദേശത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. കുളപ്പടയിലെയും പരിസര പ്രദേശങ്ങളിലെയും ചില കടകളിൽ കയറി ഇയാൾ അനാവശ്യമായ തർക്കങ്ങളിൽ ഏർപ്പെടുകയും വ്യാപാരികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായി നാട്ടുകാരും മൊഴി നൽകിയിട്ടുണ്ട്. സമൂഹമാധ്യമങ്ങളിൽ സജീവമായിരുന്ന യുവാവിന്റെ ഈ ഭാവമാറ്റം പ്രദേശവാസികളെയും ഞെട്ടിച്ചിരിക്കുകയാണ്. അതേസമയം പ്രതി ലഹരിമരുന്ന് ഉപയോഗിച്ചിരുന്നോ എന്ന കാര്യം പോലീസ് ഗൗരവമായി പരിശോധിച്ചു വരികയാണ്. ഇതിനായി പ്രതിയുടെ വൈദ്യപരിശോധന ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി. സ്റ്റേഷനിൽ അതിക്രമം കാണിച്ചതിനും ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിനും വധശ്രമത്തിനുമടക്കം ജാമ്യമില്ലാ വകുപ്പുകൾ പ്രകാരമാണ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ സ്റ്റേഷനകത്തും പൊതുസ്ഥലങ്ങളിലും വർദ്ധിച്ചുവരുന്ന ഇത്തരം അതിക്രമങ്ങളിൽ പോലീസ് അസോസിയേഷൻ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. പ്രതിക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുമെന്നും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി.